ഇവിടെ പുള്ളി കേസ്. ഞാൻ മറ്റേ നമ്മളെ സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ കൊണ്ടുപോയാലും ഇതൊരു പുള്ളിക്കും. ഇത് ഞാൻ അടുക്കളയിൽ പോയിട്ട് മറ്റേ എണ്ണ അത് തെറിച്ച് പുള്ളിയുടെ സാരമില്ല. ഓക്കെ, അപ്പം ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ചധികം അണ്ടർ ആം റോൾ ഓൺസും പിഗ്മെന്റേഷനും അതുപോലെ ബോഡി ഓർഡറിന് പറ്റിയിട്ടുള്ള അണ്ടർ ആം റോൾ ഓൺസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ബെസ്റ്റ് പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ കൊള്ളത്തൊക്കെ ഞാൻ അപ്പോഴും കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ലതെന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ചധികം അതിനകത്ത് എൻ്റെ ഫേവറേറ്റും എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ബോഡി ഓർഡറിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പലർക്കും ഫേവറേറ്റ് ആയിരിക്കും. ഇത് വിഷ് കെയറിന്റെ അണ്ടർ ആം റോൾ ഓൺ സിറമാണ്. ഒരു 5% AHA, 3% കോജിക് ആസിഡ്, ഹൈലറാണിക് ആസിഡ്, ലിക്കറിസിൻ ആൻഡ് സീക്ക. അണ്ടർ ആം ലൈറ്റനിങ് ആൻഡ് ഓഡർ കൺട്രോൾ അക്വാ ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രേഗ്രൻസിലാണ് ഈ ഒരു സാധനം വരുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ഭയങ്കര കിടുക്കാച്ചി റൈറ്റ് ആണ്. ഇത് പെയ്ഡ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളും യൂസ് ചെയ്തിട്ട് ഒരുപാട് പിന്നെന്ന് പറയുമ്പോൾ പിഗ്മെന്റേഷൻ ലൈറ്റ് ആവും, നല്ല ടൈം എടുക്കും, ഇത്തിരി അധികം ടൈം എടുക്കും. നിങ്ങൾ അതുകൊണ്ട് സമയം എടുക്കുക. പക്ഷെ ബോഡി ഓർഡർ നിങ്ങൾ രാവിലെ ഇട്ടിട്ട് നമ്മൾ ഭയങ്കര വീർത്തൊക്കെ പണിയെടുത്താലും വൈകിട്ടാകുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ബോഡി ഓർഡർ നമുക്ക് ഉണ്ടാവില്ല. പേഴ്സണലി ലവ് ദിസ് തിങ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇതിന്റെ റേറ്റ് ഈ കുപ്പിക്ക് റേറ്റ് ഇല്ല ഗൈസ്, ഞാൻ എവിടെങ്കിലും കൊടുത്തേക്കാം. എന്തായാലും ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. സംഭവം ഭയങ്കര നല്ലതാണ്. ടോപ്പ് പിക്ക്. അപ്പം നിങ്ങൾക്ക് ബോഡി ഓർഡറും അതുപോലെ ഇത് അണ്ടർ ആംസ് ലൈറ്റൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം ഇത് നമ്മുടെ നമ്പർ 1 കൊടുക്കാം. നമ്പർ ടു ഞാൻ റീസെന്റ് ആയിട്ട് ട്രൈ ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ഓർഡർ കൺട്രോൾ അണ്ടർ ആം റോൾ ഓൺ ആണ്. അക്വാ ഫ്രേഗ്രൻസ്. ഇതും അക്വാ ഫ്രേഗ്രൻസ് ആണ്. 5% ഹെൽപ്സ് ടു കൺട്രോൾ ബോഡി ഓർഡർ ആൻഡ് പ്രിവെന്റ്സ് അണ്ടർ ആം ഡാർക്ക്നെസ്. ഇതിന്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. എനിക്ക് 299 ആമസോണിൽ നിന്ന് കിട്ടിയത്. ഇതും നല്ല പിക്കാണ്. മറ്റേക്കാളും ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ രണ്ടും എനിക്ക് ലൈക്ക് ഒന്നിലൊന്ന് മെച്ചാണ്. ഇത് ഇത്തിരി കൂടെ എനിക്ക് ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് രണ്ടും നല്ല ഒരു നമുക്ക് എന്താ ഓവർ ആയിട്ടുള്ള പെർഫ്യൂമി മണമൊന്നും അല്ല, ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്ന ഒരു മണമാണ് രണ്ടെണ്ണത്തിനും. അതുപോലെ ഒട്ടും തന്നെ ബോഡി ഓർഡർ തോന്നത്തേ ഇല്ല. അപ്പൊ നിങ്ങൾക്കൊരു ടോപ്പ് പിക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓർത്തു വെക്കാൻ ടോപ്പ് പിക്സ് അണ്ടർ ആം ബോഡി ഓർഡർ കൺട്രോൾ. പിന്നീട് എന്ന് പറയുന്നത് നിവിയുടെ ഞാൻ കുറച്ചധികം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്കൂള് ആ സമയം മുതലേ ഞാൻ യൂസ് ചെയ്യുന്നത് നിവിയുടെ ആയിരുന്നു. പിന്നീടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി തുടങ്ങിയത്. അപ്പം എൻ്റെ അതിനകത്ത് എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇത് അങ്ങനെ അണ്ടർ ആംസ് ലൈറ്റ് ചെയ്യുന്നതായിട്ടൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഈ ഒരു ആസ് എ ഡിയോഡ്രന്റ് ഇതിന്റെ ഫ്രേഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് നിവിയുടെ ഡിയോഡ്രന്റ് ആണ്. ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ 48 പ്രൊട്ടക്ഷൻ, 0% ആൽക്കഹോൾ, ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നസ്. ആ ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നസ് എന്ന് എഴുതിയേക്കുന്നതിനോട് അവർ 100% കൂറ് കാണിച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇത്തിരി അഴുക്കാണ്, കാരണം കുറേ നാൾ പഴയതാണ്. ഞാൻ ഈ വീഡിയോസിൽ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുപ്പി ഒന്നും എടുത്ത് കളയത്തില്ല. അതുപോലെ നല്ല ഭംഗിയായിരിക്കും അടുക്കി വെക്കുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ അടുക്കി വെക്കാറുണ്ട്. ഈ സാധനം വളരെ വളരെ വർത്ത് യുവർ മണി. അപ്പം ഇത് നിങ്ങൾ അണ്ടർ ആംസിൽ ഡാർക്ക്നെസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നന്നായിരിക്കും. എനിക്ക് അത്യാവശ്യം ഇഷ്ടം. ബോയ്സിനും ഇത് ആക്ച്വലി ബോയ്സിന്റെ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നോട് എൻ്റെ ചേട്ടൻ പറഞ്ഞ ബോയ്സിന്റെ ആണെന്നാ. എന്തോ ആണെങ്കിലും ലവ് ഇറ്റ്. ബോയ്സിനാണ് ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ബോയ്സിനും ഗേൾസിനും ഉപയോഗിക്കാൻ കേട്ടോ. പിന്നീട് അണ്ടർ ആം വൈറ്റനിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ചെറിയ സാധനത്തിന് 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിവയുടെ വൈറ്റനിങ് സ്മൂത്ത് സ്കിൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മണം കുറച്ച് നാളെ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾ സ്റ്റക്കായിട്ട് ഇതിനൊരു എനിക്ക് മണം വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ കാരണം ഇതിന്റെ പോലത്തെ മണങ്ങളൊന്നും ഇതിനധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഒരുപാട് എന്താ ഓർഡർ കൺട്രോൾ ഇതിന് ഫീൽ ചെയ്തില്ല. പക്ഷെ ഈ വൈറ്റനിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈറ്റനിങ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാലും വലിയ കളറൊന്നുമില്ല. മറ്റേതാണെങ്കിലും ഇതുപോലത്തുള്ള ഇത് റോൾ ഓൺ ആണ്. ഇത് രണ്ടും റോൾ ഓൺ സിറംസ് ആണ്. ഇത് റോൾ ഓൺ സിറമാണ്.
ഓക്കെ, ബാക്കിയെല്ലാം റോളോൺസ് ആണ്. പിന്നീട് ഈ ഒരു നിവിയുടെ പേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു അണ്ടർ ആം റോൾ ഓൺ. ഇതെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി വൈറ്റ് ആയെന്ന് പോലും തോന്നിയില്ല, ബട്ട് അണ്ടർ ആംസ് ഇച്ചിരി സ്മൂത്ത് ആയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. അണ്ടർ ആംസിൽ ഈ കുഞ്ഞു കുഞ്ഞ് നമ്മൾ എന്താ പറയുക ഷേവ് ചെയ്യുന്നതിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞ് ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ വരുന്ന ഒന്ന് സ്മൂത്ത് ആയതുപോലെ എനിക്ക് തോന്നി. ഇനി എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, ഇതാണ് ഐറ്റം. ഇതും 99 രൂപ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഇതും എനിക്ക് ഇതാണ് ലാസ്റ്റ് എനിക്കിഷ്ടം. ഇത് സെക്കൻഡ് ലാസ്റ്റ്. ഇത് നിവിയയിൽ ഇത് ഫസ്റ്റ്, ബാക്കി രണ്ടെണ്ണം. പിന്നീട് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ആസ് എ ഗേൾ നമുക്കൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട്. അതെന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം ആ കുപ്പി ഞാൻ വേറൊരാൾക്ക് കൊടുത്തായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആ കുപ്പി ഇവിടെ ഇല്ല. സംഭവം മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ്. ഈ ഒരു സാധനം ഞാൻ വേണം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത് താരൻ കുറയാൻ നല്ലതാണ്. എനിക്കാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ താരൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം താരൻ ഈ സാധനം ഇടുന്ന സമയത്ത്, ഞാനിപ്പോൾ അത് മേടിച്ചിട്ടില്ല, എന്തായാലും ഞാൻ എന്തായാലും മേടിക്കും. പക്ഷെ ആ സാധനം ഇടുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു. കാരണം അത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. ജെന്റിലായിട്ട് നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് സ്കാൽപ്പ് ക്ലിയർ ആക്കാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അത് ഞാൻ വീക്കിലി ഒരു 3 times ഇതുപോലെ തലയിൽ ഉപയോഗിക്കും. അതുപോലെ കാലിൽ വെണ്ടുകീറലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. നല്ല രീതിയിൽ കാലിലെ വെണ്ടുകീറൽ അത് കുറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാനത് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടുമായിരുന്നു. ഞാൻ മോയ്സ്ചറൈസറും അതുപോലെ സിലിക്കോൺ സോക്സ്, എൻ്റെ സിലിക്കോൺ സോക്സ് ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ കാണുന്നില്ല ഗൈസ്, ഇവിടെ ആരും അതടിച്ച് വാങ്ങിയിട്ടുണ്ട്. ആ സോക്സിനകത്ത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് സോക്സ് ഇങ്ങനെ വലിച്ചു കയറ്റി വരുന്നു. നല്ല ബെനിഫിറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മീഷോയിൽ 100 രൂപ 150 രൂപയുടെ അകത്ത് ഈ സാധനം കിട്ടും. സിലിക്കോൺ സോക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി എന്തുവാ ഉള്ളേ, അതിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് അണ്ടർ ആം ഓർഡറും പിഗ്മെന്റേഷനും കുറയ്ക്കും. ആഴ്ചയിൽ 3 തവണ ഒരു കോട്ടൺ പാഡിലോ കയ്യിലോ ഇച്ചിരി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ, പറ്റുന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടാം, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അപ്ലൈ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പിഗ്മെന്റേഷനും പോവും, ബോഡി ഓർഡർ ഉണ്ടാവത്തേ ഇല്ല. നല്ല രീതി അതും ഇതിനേക്കാളും പെട്ടെന്ന് പോവും പിഗ്മെന്റേഷൻ. അതുപോലെ നമുക്ക് ഇന്നർ തൈസിലാണെങ്കിലും ഇത്തിരി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇന്നർ തൈസിലാണെങ്കിൽ മോയ്സ്ചറൈസർ എന്തായാലും ഇടണം കേട്ടോ. ഇത്തിരി അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പിഗ്മെന്റേഷനും നല്ല രീതിയിൽ കുറയും. നമ്മൾ കഴുത്തിന്റെ പുറകിലത്തെ പിഗ്മെന്റേഷൻ അത് നല്ല രീതിയിൽ കുറയും. മുഖത്ത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, കാരണം മുഖത്ത് അത് ഇത്തിരി ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ബാക്കി ഈ കൈയുടെ മുട്ടിൽ എനിക്കൊരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇവിടെ ഡ്രൈ ആവുന്ന രീതിയിൽ. അത് നല്ല രീതിയിൽ കുറച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഭയങ്കര വെർത്താണ്. മേടിച്ചു വെച്ചാൽ ഞാൻ കുപ്പി ഇടയ്ക്കൊന്നും തീരത്തില്ല. ഇത്രയുള്ളൊരു കുപ്പിയാണ്. 500 സംതിങ് എന്തോ ആണ്, 400 ആ റേഞ്ചിൽ കിട്ടും. എന്തായാലും അതൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും രാവിലെ കുളിച്ചാൽ മാത്രം പോരാ, ഇത്രയും ഇതുപോലത്തുള്ള ഏതെങ്കിലും ഒരു റോൾ ഓൺ യൂസ് ചെയ്യുന്ന ഭയങ്കര ഹെൽപ്ഫുൾ. എൻ്റെ ഒരു ടോപ്പ് പിക്ക് എന്ന് പറയുന്നത് ഈ വിഷ്കെയറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ ആട്ടോ. ഇതും ആ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണറും ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ആണെന്ന് ഞാൻ പറയും. അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇത് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ വല്ലതും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ഞാനൊരു അണ്ടർ ആം സീറം, ഒരു സീറം, അതൊരു ഗെയിം ചേഞ്ചർ സീറമാണ്. മൾട്ടിപ്പിൾ ഇത് വരുന്നൊരു സീറമാണ്. ആ സീറത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാം, ടൈം ആയിട്ടില്ല. അപ്പോൾ ഇതിത്രയാണ് എൻ്റെ ഒരു ടോപ്പിക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ കണ്ടിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ വല്ല റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് ബോഡി ഓർഡർ കൺട്രോൾ ടിപ്സ്. അപ്പോൾ വേറെ ഒരുപാടുണ്ട്, ഞാനത് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. എൻ്റെ ഫേവറേറ്റ് ബോഡി ലോഷൻസും ബോഡി ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കുറച്ച് അധികം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതി. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, സഹിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി, നമുക്ക് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. കുറച്ച് പേർക്കെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടാതിരുന്നപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വീഡിയോ ഇടാതിരുന്നപ്പോൾ. കുറച്ചധികം പണിയായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. സോറി ഗൈസ്. ഞാൻ വീണ്ടും പഴയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും എന്നും കൃത്യമായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ തംബ്നെയിൽ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടാലും ഇത്തിരി എളുപ്പം മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ.
ഐ മീൻ എന്ത് ചെയ്താലും. ബൈ.